അഞ്ചലിലെ രഞ്ജിനിയുടെ കൊലയിൽ മൂന്നാമനും. രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മയുടെ സംശയമാണ് ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ദിവിൽകുമാറിനും രാജേഷിനും പിന്നിൽ മറ്റൊരാളും ഉണ്ടെന്നാണ് അമ്മ പറയുന്നത്. ദിവിൽകുമാറിന്റെ കുടുംബത്തിന് നേരെയാണ് ഈ അമ്മ വിരൽ ചൂണ്ടുന്നത്. കൊലപാതകം അവർ മാത്രമാണ് നടത്തിയതെന്ന് കരുതുന്നില്ല. കൊലപാതകത്തിന് കൂട്ടുനിന്ന വേറെയും ആൾക്കാരുണ്ട്. ബന്ധുക്കളും അല്ലാത്തവരും പങ്കാളികളാണ്. കൊലപാതകം നടന്ന ദിവസം ഞാൻ ജീപ്പ് കയറാൻ നിന്നപ്പോൾ വീടിന് സമീപം ഒരാൾ നിൽക്കുന്നത് കണ്ടിരുന്നു. അവൻ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. രഞ്ജിനി ആശുപത്രിയിൽ പ്രസവിച്ചു കിടന്ന സമയത്ത് അവനെ ഞാൻ അവിടെ കണ്ടിരുന്നു. അന്ന് അയൽക്കാരനെന്ന് പറഞ്ഞ് രാജേഷ് പരിചയപ്പെടുത്തിയത് ഓർമ്മയുണ്ടെന്നും ശാന്തമ്മ പറഞ്ഞു. അഞ്ചൽ അലയമൺ രഞ്ജിനി വിലാസത്തിൽ രഞ്ജിനിയും അയൽവാസിയായ ദിവിൽകുമാറുമായി അടുപ്പത്തിലായിരുന്നു. അവിവാഹിതയായ രഞ്ജിനി ഗർഭിണിയായതിനെ തുടർന്ന് വനിതാ കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. കമ്മീഷൻ ദിവിൽകുമാറിനോട് DNA ടെസ്റ്റിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു കൊലപാതകം. ഗർഭിണിയായ രഞ്ജിനി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇതിനിടയിലാണ് രാജേഷ് എത്തിയത്. തന്റെ സഹോദരിയുടെ പ്രസവത്തിനായി എത്തിയതെന്ന് വിശ്വസിപ്പിച്ചു കള്ളപ്പേരാണ് പറഞ്ഞത്. അങ്ങനെ കുടുംബവുമായി അടുത്തു. കുട്ടികളെ പ്രസവിച്ച ശേഷം കൂട്ടുകാരന് വേണ്ടി കൊലയും. ആദ്യം ക്രൈംബ്രാഞ്ചും പിന്നീട് CBIയും കേസ് ഏറ്റെടുത്തിരുന്നു. തൊട്ടു പിന്നാലെ ദിവിൽകുമാറും രാജേഷും ഒളിവിൽ പോയി. പട്ടാൻകോട്ട് യൂണിറ്റിലായിരുന്നു ഇരുവരും സൈനികരായി സേവനം അനുഷ്ഠിച്ചിരുന്നത്. പ്രതികൾ പോണ്ടിച്ചേരിയിലുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പ്രതികളെ CBI പിടികൂടിയത്. 2006 ഫെബ്രുവരി 10-നാണ് കേസിനാസ്പദമായ സംഭവം. അഞ്ചൽ ഏറാത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന അലയമൺ സ്വദേശിനി രഞ്ജിനിയെയും 17 ദിവസം പ്രായമുള്ള പെൺമക്കളെയുമാണ് കഴുത്തറുത്ത് കൊന്നത്. അയൽവാസികളായിരുന്ന രഞ്ജിനിയും ദിവിൽകുമാറും അടുപ്പത്തിലായിരുന്നു. രഞ്ജിനി ഗർഭിണിയായതോടെ അലസിപ്പിക്കാൻ ദിവിൽകുമാർ പലതവണ നിർബന്ധിച്ചെങ്കിലും അവർ തയ്യാറായില്ല. 2006 ജനുവരി 24-ന് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ രഞ്ജിനി ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. രഞ്ജിനിയുടെ പരാതിയിൽ DNA പരിശോധനയ്ക്ക് ദിവിൽകുമാറിന് വനിതാ കമ്മീഷൻ നോട്ടീസ് അയച്ചു. തുടർന്നാണ് ദിവിൽകുമാർ കൊലപാതകം ആസൂത്രണം ചെയ്തത്. സുഹൃത്തും സൈനികനുമായ രാജേഷുമായി ചേർത്ത് ഗൂഢാലോചന നടത്തി. ആശുപത്രിയിൽ രഞ്ജിനിയെ സഹായിക്കാനെന്ന വ്യാജേനെ രാജേഷ് പരിചയം സ്ഥാപിച്ചു. രഞ്ജിനി വീട്ടിലെത്തിയ ശേഷം അവിടെ എത്തിയ രാജേഷ് ദിവിൽകുമാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി. സംഭവ ദിവസം വീട്ടിലെത്തിയ രാജേഷ് കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി രഞ്ജിനിയുടെ അമ്മയെ തന്ത്രപരമായി പറഞ്ഞുവിട്ടു. തുടർന്ന് ദിവിൽകുമാറിനുള്ള കത്തെഴുതാൻ രഞ്ജിനിയോട് ആവശ്യപ്പെട്ടു. കത്തെഴുതുമ്പോഴാണ് പിന്നിലൂടെ എത്തി കഴുത്തറുത്ത് കൊന്നത്. ഉറങ്ങുകയായിരുന്ന ഇരട്ട കുട്ടികളെയും കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അഞ്ചൽ പോലീസും ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചെങ്കിലും പ്രതികളെ പിടികൂടാനായില്ല. ഹൈക്കോടതി ഉത്തരവിലാണ് 2010-ൽ CBI കേസ് ഏറ്റെടുത്തത്. പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ആദ്യം 50,000 രൂപയും പിന്നീട് 2 ലക്ഷം രൂപയും പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. ദിവിൽകുമാർ പുതിയ പേരിൽ ആധാർ കാർഡ് സംഘടിപ്പിച്ച് പോണ്ടിച്ചേരിയിൽ കട നടത്തി വരികയായിരുന്നു. ഗൂഢാലോചന നടത്തിയാണ് കൊലപാതകം നടത്തിയത്. 3 ജീവനുകൾ ഇല്ലാതാക്കിയപ്പോൾ അവർക്ക് എന്തു കിട്ടി? ഞാൻ മരിക്കും മുന്നേ എൻ്റെ കുഞ്ഞുങ്ങളെ കൊന്ന ഘാതകന്മാരെ കാണണമെന്ന് മാത്രമാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നത്. ഇനി അവരെ തൂക്കിക്കൊല്ലണം. ഒന്നുമറിയാത്ത 2 പിഞ്ച് ഓമനകളെയാണ് അവർ ക്രൂരമായി കൊന്നത്. എനിക്കിനി കരയാൻ കണ്ണീരില്ല. രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ പറഞ്ഞു.